ചൂർണിക്കര പഞ്ചായത്തിലെ അശോക മിച്ചഭൂമി ഭൂരഹിതർക്കായി പതിച്ചു നൽകാതെ പ്ലേ ഗ്രൗണ്ടിന് അനുവദിച്ചതായുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം ആരംഭിച്ചു. ആക്ഷൻ കൗൺസിൽ കൺവീനർ പി നാരായണൻകുട്ടി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ത്രീകൾ അടക്കമുള്ള ഭൂരഹിത ഭവനരഹിതർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ചൂർണിക്കര പഞ്ചായത്ത് അശോകയിലുള്ള സർക്കാർ മിച്ചഭൂമി ലൈഫ് മിഷനിലെ ഭൂരഹിതർക്കായി പതിച്ചു നൽകാനുള്ള റവന്യൂ അധികാരികളുടെ നടപടികൾ അട്ടിമറിച്ച് അവിടെ പ്ലേ ഗ്രൗണ്ടായി സർക്കാർ അനുവദിച്ചു നൽകിയെന്ന വ്യാജ പ്രചരണം നടത്തുന്നതായും സർക്കാർ അനുവദിച്ചതായി ഉത്തരവുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവ് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിൽ കൺവീനർ പി നാരായണൻകുട്ടി നിരാഹാര സമരം ആരംഭിച്ചു. റവന്യൂ അധികാരികളുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. റവന്യൂ അധികാരികളുമായിട്ട് നിങ്ങൾ സഹകരിച്ചിട്ട് ഇത് മിച്ചഭൂമിയായിട്ട് പഠിച്ച നടപടികൾ നിങ്ങൾ എടുക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് സത്യസന്ധമായി ആർജവ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ ഇവർ പറയുന്നത് ഇത് ഗ്രൗണ്ടായിട്ട് അന്വേഷിച്ചില്ല. എങ്കിൽ ഗ്രൗണ്ടായിട്ട് അന്വേഷിച്ച് സർക്കാരിന്റെ ഉത്തരവ് കാണിച്ചു തരണം. ഇത് രണ്ടുപേര് ചെയ്യുന്നില്ല. ഇത് രണ്ടും ചെയ്യുന്നില്ല. പിന്നെ ഇവർ വേറെ അവസാനത്തെ ഒരു അടവെടുക്കുകയാണ്. ഇപ്പോൾ മിക്കക്കഴിവായപ്പോൾ ഇത് ഞങ്ങൾ അശോക ഈ ഗ്രൗണ്ടായിട്ട് അനുവദിക്കുന്നതിന് പകരം ഞങ്ങളുടെ പഞ്ചായത്ത് സ്വന്തം തന്നെ പുറത്ത് വേറൊരു ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1,10,00,000 രൂപ മുടക്കിയിട്ട് ഞങ്ങൾ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഭൂമി കണ്ടെത്തിയിട്ടില്ല, ഒരു ബുക്കും ഇല്ല, ഒരു സ്ഥലത്ത് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. നാരായണൻകുട്ടിക്ക് പിന്തുണ അർപ്പിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭൂരഹിത ഭവനരഹിതർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. അശോകയിലെ മിച്ചഭൂമി പ്ലേ ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതിനും പകരം ഭൂരഹിതർക്കായി വാങ്ങുമെന്ന് പറയുന്ന ഒരേക്കർ ഭൂമി ലഭ്യമാക്കുന്നതിന് സർക്കാർ ലോൺ നൽകുന്നതിനുള്ള അനുമതി റവന്യൂ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരിൽ നിന്നും ലഭിച്ചതായാണ് പഞ്ചായത്ത് അധികൃതർ പ്രചരിപ്പിക്കുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവുകളുടെ രേഖകൾ ഒന്നും തന്നെ പഞ്ചായത്ത് അധികൃതർ പുറത്തുവിടുന്നില്ലെന്ന് നാരായണൻകുട്ടി ആരോപിച്ചു. പഞ്ചായത്തിന്റെ 8ാം വാർഡിലും അശോകയിലും അവിടെ ഈ അശോക കമ്പനിയിൽ നിന്ന് പണ്ട് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ്. അത് പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുട്ടത്ത് NH നാഷണൽ ഹൈവേയില് ഇവിടെ ഈ NHന്റെ ഒരു വീതി കൂട്ടൽ പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേരെ കുടിയിറക്കിയപ്പോൾ അവരൊക്കെ ഒന്ന് കുടിഞ്ഞു കെട്ടി താമസിച്ചപ്പോൾ അവരിൽ കുറെ പേർക്ക് സർക്കാർ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ അശോകയുടെ ഭാഗത്ത് ഭൂമി കണ്ടെത്തുകയും അവിടെ നിന്ന് കുറച്ച് ഭൂമി കൊടുക്കുകയും അതിൽ വന്ന 1 ഏക്കർ ബാക്കി ഭൂമിയുണ്ട്. ആ ഭൂമി സർക്കാർ അന്നും സർക്കാരിന്റെ ഭൂമിയാണ്, ഇന്നും സർക്കാരിന്റെ ഭൂമിയാണ്. സർക്കാരിന്റെ മിച്ചഭൂമിയാണ്. പക്ഷെ സർക്കാർ അവിടെ ഒരു ബോർഡ് വെക്കുകയോ സാധാരണ ഔദ്യോഗിക നടപടിക്രമ പ്രകാരം ഇവിടെ അതിക്രമിച്ച് കയറാൻ പാടില്ലാത്ത നടപടിക്രമങ്ങളും ചെയ്തില്ല. തൽക്കാലം അത് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ തൽക്കാലം ഒരു വിധത്തിൽ സർക്കാർ അനൗദ്യോഗികമായിട്ട് അനുവാദം കൊടുത്തു. പിന്നീട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിജയേന്ദ്രൻ വന്നപ്പോൾ ഇത് റവന്യൂ രേഖകൾ പരിശോധിച്ചിട്ട് ഇത് റവന്യൂ ഭൂമിയാണ്, മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തുകയും ഔദ്യോഗികമായിട്ട് തന്നെ മിച്ചഭൂമിയാക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ആ ഗ്രൗണ്ടിൽ വേറെ നടപടിയൊന്നും വരാത്തത് ഈ അടുത്ത് ഇങ്ങനെ അവിടെ കളികളും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഇത് മിച്ചഭൂമിയാണെന്ന ശബ്ദം നമ്മൾ വീണ്ടും സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മൾ പറഞ്ഞു ഇവിടെ അത് മാത്രമല്ല പഞ്ചായത്ത് പറഞ്ഞത് ഇത് പഞ്ചായത്തിൽ വേറെ കളിസ്ഥലമില്ല, ഏക കളിസ്ഥലം അശോകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ യഥാർത്ഥ അവസ്ഥ അവൾ പുറത്തു കൊടുത്തു. ആക്ഷൻ കൗൺസിലിന്റെ അപേക്ഷ പരിഗണിച്ച റവന്യൂ മന്ത്രിതല നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ കളക്ടർ ആലുവ തഹസിൽദാർക്ക് അശോകയിലെ മിച്ചഭൂമി ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നതിനുള്ള നടപടികൾക്ക് ഉത്തരവ് നൽകിയത്. എന്നാൽ രാഷ്ട്രീയ കോലാഹലങ്ങളും സമ്മർദ്ദവും സൃഷ്ടിച്ച് നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്തംഭിപ്പിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. തുടർന്ന് ആലുവ MLAയുടെ താൽപര്യപ്രകാരം തദ്ദേശ മന്ത്രിമാരുടെ യോഗത്തിലും പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഗ്രൗണ്ടിനു വേണ്ടി ഉയർത്തിയ ആവശ്യം മന്ത്രിമാർ നിരാകരിക്കുകയായിരുന്നു. അശോക ഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്താമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വാഗ്ദാനത്തെ തുടർന്നാണ് മിച്ചഭൂമി പതിച്ചു നൽകൽ നടപടി താൽക്കാലികമായി നിർത്തിവെച്ചത്. 1 കോടി രൂപ മുടക്കി ഭൂരഹിതർക്കായി ഭൂമി വാങ്ങുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും ഇതിലേക്കായി ഫണ്ട് സ്വരൂപിക്കാനോ ഭൂമി കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെയും ഹഡ്കോയുടെയും ഫണ്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നടപടിയായിട്ടില്ല. പഞ്ചായത്ത് അധികൃതർ തങ്ങൾക്കായി എവിടെയാണ് ഭൂമി കണ്ടെത്തിയതെന്നും ഏത് തരത്തിലുള്ള ഫണ്ടാണ് സ്വരൂപിച്ചതെന്നും രേഖാമൂലം ബോധ്യപ്പെടുന്നതുവരെ സമരം തുടരുമെന്നും കൺവീനർ നാരായണൻകുട്ടി പറഞ്ഞു. ആലുവ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ പി നാരായണൻകുട്ടി ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. പഞ്ചായത്ത് ഭരണാധികാരികളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും തമ്മിൽ വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന ചർച്ചകളിലെ തീരുമാനങ്ങൾക്ക് വിധേയമായിരിക്കും സമരത്തിന്റെ തുടർ നടപടികൾ. ന്യൂസ് ബ്യൂറോ, ആലുവ.
കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.